ഹരിപ്രിയ, മോളെ എന്തെങ്കിലും പറ്റിയോ? ഏയ് കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പില് കാലൊന്ന് വഴുതി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, സൂക്ഷിക്കണ്ടേ? ഓഹോ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നല്ലേ? സോറി ജ്യോതി, സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ കാല് വഴുതി ഒന്ന് വീണതാ. അപ്പൊ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചെന്നേ ഉള്ളൂ. സുപ്രിയ, എന്തെങ്കിലും പറ്റിയോ? ഇല്ല DK. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട. അയ്യോ, എന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? ഇപ്പൊ എന്റെ ഭർത്താവാന്നൊന്നും നീ നോക്കണ്ട, പൊയ്ക്കോന്നേ. അതിനിപ്പോ നിന്റെ പെർമിഷൻ ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ നോക്കാം. ഓഹോ, അപ്പൊ ഞാൻ ഇവിടുന്ന് പോണം. എന്നെ പറഞ്ഞു വിടാനാ നിങ്ങക്ക് തിടുക്കല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഒഴിഞ്ഞു തന്നേക്കാന്നേ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം. എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, അന്ന് പറയാത്ത സത്യങ്ങളൊന്നും എനിക്കിനി കേൾക്കണമെന്നില്ല. എനിക്കതിൽ താല്പര്യമില്ല. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. സുപ്രിയ, പോയിട്ട് വരാം. അമ്മേ, അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. നോ, ആദ്യം മൈ സൺ. അവൻ നിന്നെ വിശ്വസിക്കട്ടെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ വിശ്വസിക്കാം. അമ്മ, അമ്മ പ്ലീസ്. വാ മോളെ, വാ. ഞാനെല്ലാം കേട്ടു. നന്നായിട്ടുണ്ട് അഭിനയം. എന്തിനാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ഒരാളിന് ഒരാളാകാനേ കഴിയൂ, രണ്ടായി ജീവിക്കാൻ കഴിയില്ല. വേഷം കെട്ടിയ പിന്നെ അഭിനയിച്ചല്ലേ പറ്റൂ കമലേച്ചി. ഈ 4 ചുവരുകൾക്കുള്ളിൽ സുപ്രിയയായി, ഇതിന് വെളിയിൽ എല്ലാവരുടെ മുന്നിൽ ഹരിപ്രിയയായി. ഈ വേഷപ്പകർച്ച എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലേ കമലേച്ചി? ഇതിങ്ങനെ തുടരാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഹരിപ്രിയയുടെ വേഷം എനിക്ക് ആടി തീർത്തേ പറ്റൂ, സർക്കസിലെ കോമാളിയെ പോലെ. ഒന്ന് ഓർത്തു നോക്ക് കമലേച്ചി, ഈ ലൈഫ് ഒരു സർക്കസ് തന്നെയല്ലേ? കാഴ്ചക്കാർക്ക് ചിരിക്കണം, സന്തോഷിക്കണം. പക്ഷെ പാവം കോമാളികളോ, മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും ഉള്ളിൽ കണ്ണീര, ശാപം കിട്ടിയവരാ. എല്ലാം തുറന്നു പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ നിനക്ക്? DK എന്നെങ്കിലും നിന്നെ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ DKയുടെ മനസ്സിലിപ്പോ നീയുണ്ടോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം DK നിന്നെ മനസ്സിലാക്കിയേനെ. ഇനിയും കാത്തിരിക്കണോ? ആലോചിക്കേ. എടീ, നിനക്കറിയോ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്. സാധാരണ ഈ മരിച്ചുപോയവര് തിരിച്ചു വരുന്നു കേൾക്കുമ്പോ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സന്തോഷിക്കും. പക്ഷെ സുപ്രിയ തിരിച്ചു വന്നു കേട്ടപ്പോ ജ്യോതിമോളുടെ കാര്യം ഇരുട്ടിലാവത്തില്ലേ? ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നൊരു പിടിയില്ലാതെ അന്തം വിട്ട് നിന്നപ്പോഴാ പത്മാവതി അമ്മ വിളിച്ച് വിവരം പറയുന്നു. ഇതിൽ പേരും ഒരു സന്തോഷം ഇനി വരാനുണ്ടോ? എന്നാ പിന്നെ ഇത്രയും ടെൻഷൻ എടുപ്പിക്കാതെ ഇന്നലെ തന്നെ അവർക്കത് പറഞ്ഞുകൂടായിരുന്നോ? എന്നാലും എന്തൊരു രൂപസാദൃശ്യോ! അവിടെ ഇരിക്കുന്ന ഫോട്ടോയിലെ അതേ മുഖം, ഒരു മാറ്റവും ഇല്ലല്ലേ? അത് തന്നെയല്ലേ ഞാനും ആലോചിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെ അവർ ഇന്നലെ തന്നെ ഇക്കാര്യം നമ്മളോട് പറയാതിരുന്നത് ജ്യോതി കാണിച്ചെടുത്ത ഏട്ടത്തിന് ഒരു കുഞ്ഞു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാ. തൽക്കാലം അത് സുപ്രിയാണെന്ന് കരുതി അവള് ശരിക്കും ഒന്ന് ഉയർക്കട്ടെ. അത് കഴിയുമ്പോ പത്മാവതി അമ്മ അവളോട് വിവരം പറഞ്ഞോളൂ. പിന്നെ
അതിനിടെ ഇടയ്ക്ക് കയറി നീ ഒന്നും പറയാൻ നിക്കണ്ട, മനസ്സിലായ? ഓ പിന്നെ എനിക്കതല്ലേ ജോലി. ഒന്ന് പോ മനുഷ്യൻ. നല്ല പുള്ളി. അല്ല, അതിന് ഡോക്ടറെ കാണാൻ പുറത്തു പോയേണ്ട കാര്യം എന്താ? ഒന്ന് വിളിച്ചാ ഡോക്ടർ ഇവിടെ എത്തില്ലേ? അല്ലേ അമ്മേ? കറക്റ്റ്. ഞാനേ ഡോക്ടറെ വിളിക്കാം. അയ്യോ വേണ്ടമ്മേ, ആ അതൊന്നും വേണ്ട. നിങ്ങൾ വേഗം പോയിട്ട് വന്നോളാം. ടാക്സി വന്നിട്ടുണ്ട്, ഇറങ്ങാം. അമ്മേ, ആ നിങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. അതെ, കമലടുത്തേക്ക് തലവേദന തന്നെയാണല്ലോ അല്ലേ? അതേന്നേ. ആ മോളെ, ഒന്നവിടെ നിന്നേ. അതെ, തിരിച്ചു വരുമ്പോഴേ നീ ഏട്ടനെ വിളിച്ചാ മതി. അവൻ കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഓക്കെ? അതെ, അതിനൊന്നും ഹിറ്റ്ലറിന് സമയം കാണില്ല. ഇന്നാണെങ്കിൽ ഭയങ്കര ബിസിയുവാ. എന്നാ അവൻ നിന്നോട് പറഞ്ഞോ? ആ രാവിലെ അങ്ങനെ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. ആ അതൊന്നും സാരമില്ല. എത്ര തിരക്കുണ്ടെങ്കിലും അവൻ ഇവിടെ കൊണ്ടുവന്നോളൂ. മോൾ അവനെ വിളിച്ചാ മതി കേട്ടോ. ശരി അമ്മേ, ഇറങ്ങട്ടെ. ജ്യോതി, നീ പറഞ്ഞത് കള്ളമാണെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. വന്നത് സുപ്രിയ ആന്റി തന്നെയാണോന്നുള്ള സംശയത്തിലല്ലേ നീ പരിശോധന നടത്തുന്നത്? ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് സുപ്രിയ ആന്റി തന്നെയാ. നിന്റെ സ്ഥാനം ഇനി എന്തായിരിക്കും കണ്ടറിയാം. നിങ്ങൾ മൂന്നുപേരും കൂടി ഇപ്പൊ ഒറ്റക്കെട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ ഞാനാ ഹിറ്റ്ലറിന്റെ ഭാര്യ. അതിന്റെ അവകാശവും അധികാരവും എനിക്കുണ്ട്. അതിന്റെ മുകളിൽ കയറി എന്നെ ഭരിക്കാൻ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അധികാരാവകാശമൊക്കെ അവിടെ നിക്കട്ടെ. അല്ല, എന്താ നിന്റെ സംശയം? അവള് സുപ്രിയാണെന്നാണോ? അതെ, എനിക്ക് ആ സംശയമുണ്ട്. എന്നാലേ എനിക്ക് ആ സംശയമില്ല. അതെ, സുപ്രിയ തന്നെയാ. അവളെങ്ങനെ തിരിച്ചു വന്നു, ഇനി അവള് തിരിച്ചു പോകുമെന്നൊക്കെ അവള് തന്നെ തീരുമാനിക്കണം. നീ പഠിക്കയുടെ രണ്ടാം ഭാര്യ, ഒന്നാം ഭാര്യ സുപ്രിയ ആന്റി തന്നെയാ. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കഴുത്തിൽ ഹിറ്റ്ലർ കെട്ടിയ ഈ താലി ഞാൻ എന്ത് ചെയ്യണോന്ന്? ഇത്രയും നാള് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് ഞാൻ അങ്ങ് മറക്കണോ? അതൊക്കെ എന്റെ മകൻ തീരുമാനിക്കും. ഇനിയുള്ള അവന്റെ ലൈഫിൽ നീ വേണോ സുപ്രിയ വേണമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവന് മാത്രമായിരിക്കും. അത് ശരി. അപ്പൊ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള കളിയാ ഇതൊക്കെ അല്ലേ? മരിച്ചുപോയെന്ന് വിശ്വസിച്ചിരുന്ന പഴയ മരുമോള് തിരിച്ചു വന്നപ്പോ എന്നെ അങ്ങ് ഒഴിവാക്കാന്ന് തീരുമാനിച്ചു. ആരുടെ മനസ്സിന്നാ ഈ ബുദ്ധി പുറത്തു വന്നത്? എന്തായാലും അത് അമ്മയുടെ മനസ്സിന്നാവില്ല. ഇവരായിരിക്കും അതിന് പിന്നില്. ആണെങ്കി നടക്കില്ല മായേ. ഹിറ്റ്ലറിന്റെ ഭാര്യ ഇപ്പൊ ഞാനാ. അതിന് അവകാശം പറഞ്ഞു വരാൻ ഒരു സുപ്രിയെ ഞാൻ അനുവദിക്കില്ല. ഓ അല്ലേ അമ്മ? അങ്ങനെ എന്റെ ഇഷ്ടം ഇപ്പൊ ആരും തീരുമാനിക്കേണ്ടതില്ല. അല്ല, എന്റെ ഇഷ്ടം മോഷ്ടിച്ചോണ്ട് പോകാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? പഴയതൊക്കെ ഒരുപാട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇനിയിപ്പോ അതൊന്നും ഓർമ്മിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല കേട്ടോ. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെ എന്റെ ഭർത്താവാ, അത് ഓർമ്മയിലുണ്ടാവണം. പിന്നെ എല്ലാരും കൂടി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആരുടെയും ഒരു പ്ലാനിങ് നടക്കാൻ പോകുന്നില്ല. കണ്ടില്ലേ മോളെ, ഹസ്ബൻഡിനോടുള്ള അവിടെ ഉള്ളിലെ ലവ് പുറത്തേക്ക് വന്നത് കണ്ടില്ലേ? അതെ, ഇനി അവൾ ഉറങ്ങത്തില്ല. നിങ്ങൾ നോക്കിക്കോ. എടാ, അവിടെ പിണക്കവേ ഞാൻ മാറ്റിത്തരാടാ. നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി. ആ മോളെ, ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആയിട്ട് വാ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. അയ്യോ വേണ്ടമ്മേ, ആ
ഏട്ടൻ എനിക്ക് കോഫി വാങ്ങി തന്നു. ഓഹോ, DK റെസ്റ്റോറന്റിലെ കോൾഡ് കോഫി എനിക്ക് ഒരുപാട് ഇഷ്ടം. ഷോപ്പിംഗ് കഴിഞ്ഞ് DK റെസ്റ്റോറന്റിൽ പോയി പണ്ട് ഞങ്ങൾ ഇരിക്കാറുള്ള അതേ ടേബിളിൽ ഇരുന്ന കോഫി കഴിച്ചത്. ഓ, പണ്ട് ഹരിപ്രിയ DKയുടെ കൂടെ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ DK സുപ്രിയ ഉണ്ടെങ്കിൽ പിന്നെ ഞാനും ഉണ്ടാവും. അപ്പൊ അന്നും അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായിരുന്നല്ലേ? ഏയ് അങ്ങനെയല്ല, ഏട്ടനായിരുന്നു എന്റെ റോൾ മോഡൽ. അതെ, വാ. സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഇവള് ഇങ്ങനെയാ, നോൺ സ്റ്റോപ്പാ. വാ, ഒന്ന് ഫ്രഷ് ആവാം. അമ്മ ഇത് ആ, ഞാനത് ജ്യോതിക്ക് കൊടുത്തോളാം. ചെല്ലേ. മായച്ചി, എന്താടി? എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതല്ലേ താരേച്ചി പറയാൻ വന്നത്? അതെ, ആ, DKയുടെ മനസ്സൊന്ന് ഇളകിയോന്നൊരു ഫീല്. DKയുടെ മനസ്സ് മാത്രമല്ല, ഹരിപ്രിയയ്ക്കുണ്ട് ആ ഇളക്കം. പണ്ട് സുപ്രിയാന്റി മരിച്ചപ്പോ അമ്മ DKയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതല്ലേ? അത് മാത്രവുമല്ല, സുപ്രിയാന്റിയുടെ അതേ രൂപം, ആ നോട്ടം, നടത്തം, പെരുമാറ്റം, ചിരി എല്ലാം അതുപോലെ തന്നെ. അപ്പൊ പിന്നെ DKയുടെ മനസ്സ് ഇളകിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? ജ്യോതിയുടെ അഹങ്കാരത്തിന്റെ പത്തി അടിച്ചൊടിക്കാനുള്ള ഒരു ഉഗ്രൻ കളി. നമുക്ക് പഴയ സുപ്രിയ DK ലൈഫ് ജ്യോതിയുടെ മുമ്പിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. DKയെ ഇട്ടിട്ട് പോയതിന്റെ ശിക്ഷ അങ്ങനെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും വേണം. എങ്കിലേ അമരാവതി ഒന്ന് ഡ്രാമാറ്റിക് ആകും. മായച്ചി പറഞ്ഞത് 100% ശരിയാ. DKയുടെ മനസ്സില് എവിടെയോ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്, അത് ഉറപ്പാ. ആ, അത് ശരിയാട്ടോ. അത് ഞാനും ശ്രദ്ധിച്ചതാ. ആ കവറ് താഴെ വീണപ്പോഴും അതെടുത്ത് തിരികെ കൊടുത്തപ്പോഴും മായച്ചി DKയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അതെ, പണ്ട് സുപ്രിയാന്റിയോട് DK കാണിച്ചിരുന്ന അതേ സ്നേഹം തിരിച്ചു വന്നതുപോലെയാ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ തന്നെ DK ഷോപ്പിംഗ് സെന്ററിൽ പോയി അവരോടൊപ്പം ഇത്രയും ഷോപ്പിംഗും കഴിഞ്ഞ് DK റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി കോൾഡ് കോഫി വാങ്ങിക്കൊടുത്തില്ലേ? ആ, സുപ്രിയാന്റിക്ക് പണ്ട് കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടായിരുന്നല്ലോ. DK റെസ്റ്റോറന്റിലെ ഒരു കോർണറിലുള്ള ടേബിളിൽ പോയിരുന്ന് അത് കഴിക്കുന്നതായിരുന്നു സുപ്രിയാന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ജ്യോതിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. DK വീണ്ടും സുപ്രിയാന്റിയിലേക്ക് പോയാ ജ്യോതിയുടെ കാര്യം ആകെ കഷ്ടത്തിലാവും. മായച്ചി, നമുക്ക് ജ്യോതിക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാം. അതല്ലേ നല്ലത്? ഇനി അവര് മാത്രമായി ഒരിടത്തും പോകാനോ വരാനോ ഉള്ള അവസരം കൊടുക്കരുത്. സത്യം ജ്യോതി മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോ ജ്യോതിക്ക് DK നഷ്ടപ്പെട്ടെന്ന് വരും. കാര്യം എന്തു പറഞ്ഞാലും ജ്യോതി ഒരു പാവം പെണ്ണ. അതെ, സുപ്രിയാന്റിയെ DK എന്തായാലും സ്വീകരിക്കും. അപ്പൊ ജ്യോതിയുടെ സ്ഥാനം ഇവിടെ ഒരു സപത്നിയുടേതായി മാറും. സപത്നിയോ? അതെന്ത് സാധന? എടീ, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ. ആ, 2 ഭാര്യമാരുള്ള ആളിന്റെ രണ്ടാമത്തെ ഭാര്യയെ വിളിക്കുന്ന പേരാണ് സപത്നി. ഓ, മായച്ചി, പുരാണത്തിലൊക്കെ സപത്നിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഷോ, DKക്ക് ഇനി എന്തായാലും സുപ്രിയാന്റി ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ 2ാം ഭാര്യയുടെ സ്ഥാനത്തേക്ക് പാവം ജ്യോതിക്ക് മാറേണ്ടി വരും. ഷോ, അതും പറ്റിയില്ലെങ്കിൽ ഈ വീട് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഷോ, സത്യത്തില് കഷ്ടമാ ജ്യോതിയുടെ കാര്യം. ഇന്നത്തെ കാര്യം പോട്ടെ, സുപ്രിയാന്റിയുടെ സ്വഭാവം അറിയാലോ. DKയും കൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ചുറ്റിത്തിരിയുന്നതായിരുന്നു സുപ്രിയാന്റിയുടെ ഇഷ്ടവിനോദം. പണ്ട് പഠിച്ച സ്കൂളിലും കോളേജിലും കടൽ തീരത്തും റെസ്റ്റോറന്റിലും ഒക്കെ പോകും. ഫുഡും സിനിമയൊക്കെ കഴിഞ്ഞ് പാതിരാത്രിയിലാവും വന്ന് കേറുന്നത്. മതിയായി, എനിക്ക്
ഇവിടുത്തെ ജീവിതം മതിയായി. ചതിയനാ നീ. ഏട്ടന് എന്നെ ജീവനാന്ന് നിനക്കറിയില്ലേ? ആ കുശിനിക്കാരനില്ലാതെ ഈ ബേക്കറിക്കാരിക്കൊരു ജീവിതം ഇല്ലാന്ന് നിനക്കറിഞ്ഞൂടെ? എന്റെ താലി അറക്കാനുള്ള ക്രൂരത നീ കാണിക്കുമെന്ന് ഞാൻ ഓർത്തില്ല കണ്ണ. എനിക്കിത് സഹിക്കാൻ വയ്യ. ഞാൻ പോവാ കണ്ണ. ഇനി ഇവിടെ നിന്നാ ഇതുപോലെ പലതും കാണേണ്ടി വരും. ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോവും. അതിനേക്കാളും നല്ലത് ഞാനായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതാ. കൊടുത്തേക്കാം. ഹിറ്റ്ലറിന് സന്തോഷാവുമെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്കാം. ആ കുശിനിക്കാരൻ അവളുടെ കൂടെ സുഖമായിട്ടങ്ങ് ജീവിക്കട്ടെ. ഈ താലി ഞാൻ നിന്റെ കാൽക്കൽ സമർപ്പിക്കാൻ പോവാ. ദേവജ്യോതിയിൽ ഇനി ജ്യോതിയില്ല. ജ്യോതിക്ക് ദേവനില്ലാതെ ജീവിക്കണ്ട. എന്റെ പ്രാണനെ ഉപേക്ഷിക്കാൻ പോവാ ഞാൻ. അതിനേക്കാളും നല്ലത് ഞാനായിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതാ. കൊടുത്തേക്കാം. ഹിറ്റ്ലറിന് സന്തോഷാവുമെങ്കിൽ ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്കാം. ആ കുശിനിക്കാരൻ അവളുടെ കൂടെ സുഖമായിട്ടങ്ങ് ജീവിക്കട്ടെ. ഈ താലി ഞാൻ നിന്റെ കാൽക്കൽ സമർപ്പിക്കാൻ പോവാ. ദേവജ്യോതിയിൽ ഇനി ജ്യോതിയില്ല. ജ്യോതിക്ക് ദേവനില്ലാതെ ജീവിക്കണ്ട. എന്റെ പ്രാണനെ ഉപേക്ഷിക്കാൻ പോവാ ഞാൻ. കാണിക്കുന്നേ? ഞാൻ എല്ലാം കേട്ടു. ഇങ്ങനൊരു പൊട്ടിക്കാളിയായി പോയല്ലോ നീ. ഡി, എല്ലാരും കൂടി നിന്നെ പറ്റിക്കുക. മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനങ്ങ് ഒഴിഞ്ഞു തരാന്ന് പറഞ്ഞേ. ഞാനില്ലാതായ പിന്നെ നിങ്ങൾക്ക് പഴയതുപോലെ ഒന്നിച്ച് ജീവിക്കാലോ. നിങ്ങൾ ജീവിച്ചോ, ഞാൻ പോയി തരാം. നീ കരുതുന്ന പോലെ ഞാൻ നിന്റെ ജീവിതം തകർക്കാൻ വന്ന DKയുടെ പഴയ സുപ്രിയ അല്ല. അവരെല്ലാം കൂടി എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചതാ. ആ സത്യം, ഇത്രയും ദിവസം അവരെല്ലാം കൂടി നിന്നിട്ട് വട്ട് കളിപ്പിച്ചതാ. നീ DK വിട്ടുപോയതിനുള്ള ശിക്ഷ മനസ്സിലായോ?
അപ്പോ നിങ്ങളാരാ? ഞാൻ ഹരിപ്രിയ. You for me, I for you. I for me, you for you. ഇതാര്? ബേക്കറിക്കാരിയോ? ഇവിടുന്ന് പോയപ്പോ കോടതി അടച്ചായിരുന്നോ? അയ്യോ, കോടതിയോ? എന്താ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ലേ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? തിരിച്ചു പോകുന്നില്ലേ? ഞാനിപ്പോ എന്തിനാ തിരിച്ചു പോകുന്നു? എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. എല്ലാരും കൂടി എന്നെ വിഡ്ഢിയാക്കായിരുന്നു അല്ലേ? അതിനിപ്പോ ആക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ പറഞ്ഞ? എന്ന് പറഞ്ഞാ ഞാനൊരു വിഡ്ഢിയാണെന്നല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടോ? നിങ്ങളൊരു ദുഷ്ടനാ ഹിറ്റ്ലറെ. ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അത് സുപ്രിയല്ല ഹരിപ്രിയാണെന്നോ? അതെങ്ങനെയാ? മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അമ്മയുടെ അല്ലേ മോൻ. അമ്മ ലോകോത്തര അഭിനയം, മോനാണെങ്കി അതിനേക്കാൾ അഭിനയം. മരുമക്കളാണെങ്കിലോ വലിയ മഹാനടിമാരും. ഓണം കിട്ടി ചമ്മിയത് ഞാൻ മാത്രം. ഹലോ, എന്തിനുള്ള പുറപ്പാടാ? എന്ത് പുറപ്പാട്? ഞാൻ കിടക്കാൻ പോകുന്നു. ഇവിടെയോ? ഞാൻ പിന്നെ എവിടെ കിടക്കണം? രാവിലെ പോയപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാനങ്ങ് ഒഴിഞ്ഞു തരികയാണെന്നോ ആർക്ക് ശല്യമാവുന്നില്ലെന്നോ ഇനി വിളിച്ചാലും വരത്തില്ലെന്നോട്ട് പറഞ്ഞിട്ടാണല്ലോ പോയത്. അത് പിന്നെ അവള് ഹരിപ്രിയാന്ന് ഞാൻ കരുതിയോ? എന്തായാലും നീ ഇറങ്ങിപ്പോയതല്ലേ. ഇനി ഈ മുറി കിടക്കണ്ട, പോയി വേറെ വല്ല മുറി ഉണ്ടോന്ന് നോക്ക്. ഇല്ലെങ്കിൽ പോയി അമ്മയുടെ മുറി കിടന്നോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ട. ഞാൻ പോവത്തില്ല. നിന്നെ ഇനി ഈ മുറി ഞാൻ കിടത്തൂല്ല. ചത്താലും ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോവൂല. അത് പറ്റത്തില്ല. എന്റെ കട്ടിലിൽ കിടക്കാൻ പറ്റത്തില്ല. അതെ, നിങ്ങൾക്കെതിരെ ഞാൻ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും. കൊടുത്തോ? നിങ്ങൾ ജയിലിൽ പോവേ? സാരമില്ല, ജയിലിൽ നീ തരുന്നതിനേക്കാൾ നല്ല ഫുഡ് കിട്ടും. എന്നാലും നിങ്ങൾ എന്നെ കട്ടിലിൽ കിടത്തത്തില്ല? ഇല്ല. ഞാൻ സോറി പറഞ്ഞാലോ? ഞാൻ ഒരു സോറി പറഞ്ഞാലോന്ന്? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ കാല് പിടിച്ച് സോറി വേണ്ട, നീ കാല് വാരും. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. വേണമെങ്കിൽ അവിടെ തറയിലെങ്ങാനും കിടന്നു. തറയിലോ? എന്റെ പട്ടി കിടക്കും തറയില്. എന്നാ നിന്റെ പട്ടിയോടൊന്നും കിടക്കാൻ പറ. അല്ല പിന്നെ ഡികെയുടെയും സുപ്രിയാന്റിയുടെയും കല്യാണം കഴിഞ്ഞ കാലത്ത് ഇവിടെ അവരുടെ കൂടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? സത്യത്തിൽ ഞാനും ആദ്യം അങ്ങ് പേടിച്ചുപോയി. പാരേച്ചി ആരെയാ വിളിക്കുന്നേ? ഗോകുലിനെ. ഇന്നലെ രാത്രി ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയ ആളാ. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും ഇല്ല. റിങ് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. രാവിലെ വല്ല ജിമ്മിലും പോയതായിരിക്കും. പിന്നെ ജിമ്മിൽ പോകുന്ന ഒരാള് പറ്റുമെങ്കിലേ സൂര്യൻ ആകാശത്ത് കയറുന്നത് വരെ കിടന്നുറങ്ങുന്ന ആളാ രാവിലെ ജിമ്മിൽ പോകുന്നത്. നല്ല കഥയായി. എന്നാ പിന്നെ ടോയ്ലറ്റിലായിരിക്കും അവൻ. അയ്യോ, അതിന് ടോയ്ലറ്റ് എന്ന് പറയല്ലേ, തിങ്കിങ് പ്ലേസ്. ആ പിന്നെ ടോയ്ലറ്റിലിരുന്ന് ചിന്തിച്ചിട്ടല്ലേ ഈ ലോകത്ത് വിപ്ലവങ്ങളൊക്കെ ഉണ്ടായത്. ഒന്ന് പോവണ്ടേ? ബാലും ഫോൺ എടുക്കുന്നില്ലല്ലോ മായച്ചി. നിങ്ങള് ടെൻഷൻ അടിക്കണ്ട. അവര് രാവിലെ എന്തെങ്കിലും ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും. ഇല്ല, വിളിക്കാവുന്ന മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ തിരക്കാണെന്ന്. ചായ ഇട്ടോ താരെ? എടുത്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ബാഗൊക്കെ എടുത്ത് പുറപ്പെട്ടിട്ട് ഇന്നലെ എന്താ പോയില്ലേ? മതി കളിയാക്കിയത്. ഇതിന്റെ പിന്നിൽ എന്റെ മരുമക്കളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ എനിക്ക് അബദ്ധം പറ്റിയത്
അത് ഞാനങ്ങ് സഹിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ആരും എനിക്ക് പൊങ്കാല ഇടാൻ വേണ്ടി വരണ്ട. അതെ, ഞങ്ങളും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് തന്ന പണി തന്നെയാ. DK പറയുന്ന വിശ്വാസമില്ലാതെ പോയതല്ലേ, പിന്നെന്തിനാ തിരിച്ചു വന്നേ? അത് സുപ്രിയാന്റിയാന്ന് വിചാരിച്ചെന്നല്ലേ? അതെ, അത് തന്നെയാ സത്യവും. ഗ്യാസ് ഓഫാക്കടി. പിന്നെ മരിച്ചുപോയ ഭാര്യ തിരിച്ചു വന്ന കഥകളൊക്കെ പത്രത്തിലൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ലല്ലോ, സ്വന്തം ഭർത്താവിനെ സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ മാത്രം കടമയാണ്, അല്ലേ? ഓ, ഇത്രയ്ക്കൊക്കെ അറിവും ബോധം ഉണ്ടായിട്ടാണോ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് പോയത്? പക്ഷെ ഇപ്പൊ നീ പേടിച്ചു. സുപ്രിയാന്റി ആണോന്ന് നീ നല്ലതുപോലെ പേടിച്ചു. പക്ഷേ ഇനി നീ സൂക്ഷിക്കണം. ഹരിപ്രിയ ചിലപ്പോ DKയുടെ മനസ്സിളക്കും. അങ്ങനെ പെട്ടെന്ന് ഇളകുന്ന മനസ്സൊന്നും അല്ല DKയുടേത്. സുപ്രിയ മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. DKയ്ക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഹരിപ്രിയെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല ഈ ഞാൻ. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തേനെ. താങ്ക് യു. അത് എന്റെ ചായയാ. ഹലോ. നീയും നിന്റെ ഭാര്യയും കൂടി എന്നെ നാണം കെടുത്തിയതിന് പകരം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതുവരെ ഞാൻ നിന്റെ കുടുംബത്തിൽ കയറി ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ നീ എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നു, അല്ലെ? എന്റെ പാർട്ടി നേതാക്കളെ ഉപയോഗിച്ച് എന്നെ രാജിവെപ്പിക്കാൻ നീ ശ്രമിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഈ രാത്രി തന്നെ ഞാൻ തരുന്നുണ്ട്. നിന്റെ ആൺമക്കള് 3 പേരും കൊച്ചിയിലുണ്ടല്ലോ, അല്ലേ? അവരിൽ ഒരുത്തന്റെ ജീവൻ ഇന്ന് ഞാൻ എടുക്കും. രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ അവരെ ഒന്ന് രക്ഷിച്ച് കാണിക്കടിക്കേ. നീ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ പിള്ളേരുടെ ദേഹത്ത് ഒരു തരി മണൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഹിറ്റ്ലർ അങ്ങനെ ചെയ്യൂ? എന്നാൽ ഈ ഹരിപ്രിയും കമലെടുത്തിയും അവരെവിടെ പോയതാ? അവരും എറണാകുളത്ത് തന്നെയാ പോയതെന്ന് പറയുന്നത് ശരിയാണോ? അതോ ഇവളുമാരി എനിക്കിട്ട് പണിതതാണോ? ആയിരിക്കില്ല, ചിലപ്പോ അവളുമാരോട് പറഞ്ഞത് തന്നെ ആയിരിക്കും. എന്റെ കണ്ണാ, എന്നെ രക്ഷിക്കണേ. DKയുടെ മനസ്സില് ആവശ്യമില്ലാത്ത ഒന്നും തോന്നിച്ചേക്കല്ലേ. ഓ, ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. ഹലോ ജ്യോതിമാ, നിന്റെ ഭർത്താവ് എവിടെ പോയി? എറണാകുളത്ത് പോയതാണല്ലേ? അതെന്തിനാ നീ അന്വേഷിക്കുന്നേ? എറണാകുളത്തോ കോഴിക്കോടോ തൃശ്ശൂരോ എവിടെ പോയാലും നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ അവിടെ അവനിട്ട് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്താന്ന് അവൻ വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ ശരി. ഹലോ. എന്നിട്ടിപ്പോ സ്വന്തം ഭർത്താക്കന്മാർക്കൊന്ന് പോറിയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്റെ മോനെ കുറ്റപ്പെടുത്തണം പറയണി. അവൻ കാരണം നിങ്ങൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ വയ്യാതായോ? പറയാൻ എങ്കിലും ഇറങ്ങിക്കാം. ഈ നിമിഷം 3 എണ്ണം കൂടെ ഈ വീട്ടിൽ ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അമ്മേ, ഇവരറിയാതെ പറഞ്ഞതല്ലേ അമ്മേ. അമ്മ എന്നെ ക്ഷമിക്കുക. മാറി നിൽക്കണി അങ്ങോട്ട്. ഇവര് പോകുന്ന അത്രയ്ക്ക് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങിക്കോ. പോടി. അമ്മേ, ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? എവിടെ വേണമെങ്കിലും വെക്കോ. ഇറങ്ങിപ്പോടി.
ഒരു നിമിഷം ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കില്ല. ഞങ്ങൾ പോയേക്കാം, ഇപ്പൊ തന്നെ പോയേക്കാം. അതെ, അതാണല്ലോ അതിന്റെ ശരി. ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ആള് തന്നെ തിരിച്ചു വിളിക്കണമല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നേ? അമ്മ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇപ്പൊ ക്ഷമ പറയണോ? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ? DKയെ കുറിച്ച് പറഞ്ഞ അത് അമ്മയ്ക്ക് പിടിക്കൂന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഹിറ്റ്ലറും ശിവയും അമ്മയുടെ മക്കളല്ലേ? ശിവ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്കും അറിയാവുന്നല്ലേ? അവന് വേണ്ടിയാ ഞാനും ഹിറ്റ്ലറും കൂടി അമലെ കൊണ്ടുവന്നത്. അതിന് നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാലോ? കുറ്റപ്പെടുത്താതെ പിന്നെ എന്ത് ചെയ്യും? അവിടെ കൊച്ചി കിടന്ന് അനുഭവിക്കുന്നതേ ഞങ്ങളുടെ ഭർത്താക്കന്മാരാ. ശ്രീ എന്നെ വിളിച്ചു പറഞ്ഞത് എന്തൊക്കെയാണെന്നറിയാമോ? അമ്മ വന്ന് സോറി പറയാതെ ഞങ്ങൾ തീരുമാനം മാറ്റില്ല. ഓ, നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോവാൻ തന്നെ തീരുമാനിച്ചോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ വേണമെങ്കിൽ അമ്മയോട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാം. അമ്മയോട് ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് കാല് പിടിച്ച് മാപ്പ് പറയാം. എന്തേ? ദേ, നീ ഞങ്ങളെ കളിയാക്കല്ലേ. ഞങ്ങളുടെ അടുത്ത് അമ്മ ഒന്ന് കാല് പിടിക്കൊന്നും വേണ്ട. ഞങ്ങളോട് പറഞ്ഞത് മോശമായി പോയിന്ന് ഒന്ന് പറഞ്ഞാ മതി. ഇവിടുന്ന് പോകണ്ടെന്ന് അമ്മ പറഞ്ഞാ ഞങ്ങള് പോകത്തില്ല. ഇങ്ങനെയൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല. അപ്പൊ എല്ലാരും പോവാൻ തന്നെ തീരുമാനിച്ചോ? അതെ, പോവാൻ തന്നെ തീരുമാനിച്ചു. ഇതിനെല്ലാം ഉത്തരവാദി നീയാ. അതെ, നീ തിരിച്ചു വിളിക്കാനായിരിക്കും വന്നത്. നീ വിളിച്ചാലൊന്നും ഞങ്ങൾ അകത്തേക്ക് കേറത്തില്ല. അമ്മ എന്നെ വന്ന് വിളിക്കണം. അമരാവതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി മരുമക്കളെ ഇറക്കി വിട്ട അമ്മായിയമ്മേന്ന് നാളെ നാട്ടുകാർ നിന്നെ വിളിക്കും. നാട്ടുകാര് മാത്രല്ല, ഞങ്ങളും വിളിക്കും. പിന്നെ ഞങ്ങളില്ലാത്ത അമരാവതി വീടെ പ്രേതാലയം പോലെ നോക്കിക്കും. സത്യത്തിലേ നിങ്ങളെല്ലാരും ഉള്ളപ്പോഴാ ഇതൊരു പ്രേതാലയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മായയെ കണ്ട ഏത് ചൂടലയക്ഷിയുടെ മുഖം പോലെയുണ്ട് കേട്ടോ. നിന്നെ കണ്ട ഏതോ പനയിന്നിറങ്ങി വന്ന കരിമ്പനയക്ഷിയുടെ താനെ പകർപ്പ. അപ്പൊ ഞാനോ? ആ, പട്ടിണി കിടന്ന് ചത്ത ഏതോ വാലിക്കാരി പെണ്ണിന്റെ പ്രേതം പോലെയുണ്ട്. സത്യത്തിലേ നിങ്ങൾ ഇവിടെ ഇറങ്ങിയാൽ ഉടനെ ഏതെങ്കിലും ഒരു തിരുമേനിയെ വിളിച്ച് ശുദ്ധികലശം നടത്തി പഞ്ചഗവ്യം തളിച്ച് ചൂലുകൊണ്ട് മൂദേവി യക്ഷികൾ പാർത്തിരുന്ന ഇടം അടിച്ച് വൃത്തിയാക്കണമെന്നാ അമ്മ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ, 3 പേരും ഇറങ്ങല്ലേ? അത് ശരി, ഞങ്ങൾ യക്ഷികളാണല്ലേ? ഇത് നീ തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും. അതെ അതെ, നിന്നെ ഞങ്ങള് കാണിച്ചു തരാം. അപ്പോ അമ്മ ഞങ്ങളെ തിരിച്ചു വിളിക്കലെന്ന് ഉറപ്പാണോ? ഉറപ്പാണെന്ന് മാത്രല്ല, പോകുന്നവരൊക്കെ ഇവിടുന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ വണ്ടിക്കൂലിക്ക് കാശൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓഹോ, അതുവരെ ആയോ? ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഞങ്ങൾ ആരാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളെ തളയ്ക്കാനും ഒഴിപ്പിക്കാനും തിരുമേനിയെ കൊണ്ടുവന്ന് ശുദ്ധികലശം നടത്തിക്കൊന്നും പറഞ്ഞ് ആ അമ്മയോട് പറഞ്ഞേക്ക്. ഞങ്ങളിനി ഈ പടി ചവിട്ടില്ലെന്ന്. നീയും ചെവിയിൽ നുള്ളിക്കോ. ഓഹോ, നുള്ളിക്കോളാം. ഇപ്പൊ ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ആ പത്മാവതി അമ്മ ഉണ്ടല്ലോ, അവര് തന്നെ വന്ന് ഞങ്ങളുടെ കാല് പിടിക്കും. തിരിച്ചു വരാൻ വേണ്ടി കെഞ്ചും. നിന്നെ കൊണ്ട് അവരുടെ സന്തോഷവും സമാധാനവും മുഴുവൻ പോകും.